ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയ ഉയർന്ന തീരുവയും അതിനെതിരെയുള്ള നമ്മുടെ പ്രതികരണങ്ങളൊക്കെ മുമ്പിലുണ്ട്. ഇതോടൊപ്പം തന്നെ കൂട്ടുവായിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഒന്ന്, നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഒപ്പം മോദിയുടെയും കൂടി. ഇന്ത്യ ചൈനയോട് കൂടുതൽ അടുക്കുകയാണോ എന്ന് കൂടിയിട്ട് സംശയിക്കാവുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരിൽ നിന്നുണ്ടായാവുന്നത്. അങ്ങനെ പറയാൻ കാരണം രാജ്നാഥ് സിംഗ് പറഞ്ഞൊരു കാര്യം, ഇന്ത്യക്ക് സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, നമുക്ക് സ്ഥിരം താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മോദി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ ആരും മുന്നിലും മുട്ടുമുടക്കാൻ നമ്മൾ തയ്യാറില്ല എന്ന് വേണം മോദി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് അടുക്കുന്നതിന് പിന്നിലേക്ക് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് കൂടിയിട്ട് നമ്മൾ നോക്കാം. നിഷാദെ, ഈ കാര്യങ്ങളും രാജ്നാഥ് സിംഗ് നടത്തിയ പ്രതികരണവും മോദി നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. സമീപകാലത്ത് അമേരിക്ക ചുമത്തിയ തീരുവകൾ അടക്കം ഉണ്ട്. എങ്ങനെയാണ് അപ്പോൾ ഇതിനെ കാണുന്നത്? അല്ല, ഒന്ന്, ഈ ചൈനയുമായി നമ്മൾ വലിയ ബന്ധമുണ്ടാക്കുക വഴി അമേരിക്ക നമുക്കിപ്പോൾ നൽകിയിട്ടുള്ള തീരുവയുടെ ആഘാതം പരിഹരിക്കാൻ കഴിയുമെന്ന് പൊതുവെ വിചാരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. സത്യത്തിൽ നമ്മൾ അമേരിക്കയുടെ തീരുവ പ്രശ്നത്തിൽ വലിയ ആഘാതം അനുഭവിക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ എന്തുമാത്രം വിജയിക്കും, ചൈനയുമായി ബന്ധമുണ്ടാക്കുകയും ചോദിച്ചാൽ അത് തർക്കമുള്ള ആശയക്കുഴപ്പമുള്ള ഒരു കാര്യമാണ്. അതിനിടയ്ക്ക് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവ നിയമവിരുദ്ധമാണ് എന്ന് അമേരിക്കയുടെ ഫെഡറൽ അപ്പീൽ കോടതി വിധിച്ചിട്ടുണ്ട്. പക്ഷേ അത് അന്തിമമല്ല. അതിനകത്ത് കോടതി നടപടികൾ പൂർണ്ണമാവുന്നത് വരെ ഈ തീരുവകൾ ചുമത്തുന്നത് തുടരാമെന്ന് പറയുന്നു. ട്രംപ് കോടതിക്കെതിരെ കർശനമായ വലിയ ഒച്ച വയ്ക്കുന്നത് കേൾക്കുന്നുണ്ട്. അതാണിപ്പോൾ പുതിയ കേട്ട ഒരു കാര്യം. പക്ഷെ എന്നാലും നമ്മൾ ചൈനയുമായി അടുക്കുന്നതിൻ്റെ സാധ്യത എല്ലാവരും കാണുന്ന ഒന്ന്, വലിയ രാഷ്ട്രമായ അമേരിക്കയുമായി നമുക്ക് പ്രശ്നമുണ്ടായി. അപ്പോൾ നമുക്കതിൽ നിന്ന് വിട്ടു നിൽക്കാം, നമുക്കതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വലിയ രാജ്യമായ ചൈനയുമായിട്ട് നമ്മൾ വലിയ ബന്ധം ഉണ്ടാക്കി അത് പരിഹരിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പലവരോട് സംസാരിച്ചുള്ളതാണ്, അമേരിക്ക 50% തീരുവ ഏർപ്പെടുത്തുക വഴി നമുക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞു, അതായത് നോട്ട് നിരോധനത്തിന് ശേഷം ഇന്ത്യയുടെ എക്കണോമി അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ് ഇപ്പം. നോട്ട് നിരോധനം ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രശ്നം തൊഴിൽ നഷ്ടമായിരുന്നു. അതേമാതിരിയുള്ള തൊഴിൽ നഷ്ടം ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഈ കശുവണ്ടി, കയറ് അല്ലെങ്കിൽ ചെമ്മീൻ, ഈ മേഖലയെല്ലാം നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ ബിസിനസ്, ആഭരണ വിപണികൾ, മനുഷ്യർ പണിയെടുക്കുന്ന വലിയ മേഖലകൾ പലതിനും വലിയ തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു. 10,000 കയറ്റുമതി ബിസിനസ്സുകാർ വലിയ ആഘാതം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ മിക്ക എക്സ്പോർട്സിൻ്റെയും 40-50% ഒക്കെ അമേരിക്കൻ വിപണിയെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. അത് പൂർണ്ണമായും അടഞ്ഞു പോവുക, അവിടേക്ക് എക്സ്പോർട്സ് നടക്കാതാവുക എന്ന് വെച്ചാൽ 40% ഒക്കെയുള്ള ടാർഗറ്റുള്ള ഒരു രാജ്യം നമ്മളെ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഉണ്ടാകുമ്പോൾ ആഘാതം എന്തായിരിക്കും? അപ്പോൾ അതിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കാൻ ചെയ്യേണ്ടത് എന്താണ്? അപ്പം അതിന് ചൈനയുമായിട്ട് നമ്മൾ ബന്ധമുണ്ടാക്കി നമുക്കത് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത്, ഒരു ഭാഗം ആൾക്കാർ വിചാരിക്കുന്നത് അങ്ങനെ പറ്റുന്നതാണ്. അങ്ങനെയല്ല. ചൈന വലിയൊരു എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, നമ്മളെ നിന്ന് വലിയതായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമല്ല. നമ്മളും ചൈനയും തമ്മിലുള്ള ബന്ധം, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് തമ്മിൽ എടുത്ത് നോക്കിയാൽ ചൈനയിൽ നമ്മൾ വളരെ കുറച്ച് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ചൈനയിൽ നമ്മൾ വലിയ തോതിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശതമാനം വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു വലിയ വിപണിയാണ്. ചൈന ആവട്ടെ ലോകത്തുള്ള എല്ലാ വിപണികളിലേക്കുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി അയക്കുന്ന ഒരു രാജ്യവുമാണ്. ചൈനയിലേക്ക് പോയാൽ നമ്മൾ ഇവിടെ അയക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ സംഗതികളൊക്കെ അവിടെ ചെല്ലണമെങ്കിൽ അതിന് ഭയങ്കരമായ സങ്കീർണതകളാണ്. അവിടുന്ന് പെർമിഷൻ കിട്ടുക, അംഗീകരിക്കപ്പെടുക, നമ്മുടെ മരുന്നുകളോട് അംഗീകരിക്കപ്പെടുന്നതൊക്കെ വലിയ പ്രോസസ്സാണ്. പല കാര്യങ്ങളിലും അവരുടെ അത്രയും ഓപ്പണായ സമീപനമല്ല അവർക്കുള്ളത്. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ചൈനയ്ക്കുള്ള ഒരു നയം, ഡ്യുവൽ സർക്കുലേഷൻ എന്ന് പറയുന്ന നയം എന്ന് വെച്ചാൽ ആഭ്യന്തര വിപണിയെ പ്രോത്സാഹിപ്പിക്കുക, സ്വന്തം പ്രൊഡക്റ്റുകൾ കൊണ്ട് പുറത്തേക്കും പോവുക. ഡ്യുവൽ സർക്കുലേഷനാണ് അവരുടേത്. അപ്പോൾ പുറത്തുനിന്ന് കുറേ സാധനം കൊണ്ടുവന്ന് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുക എന്ന് പറയുന്ന പ്ലാനിലല്ല ചൈന വർക്ക് ചെയ്യുന്നത് കാണുക. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതത്തെ മറികടക്കാൻ ചൈനയുമായിട്ടുള്ള ബന്ധം കൊണ്ട് നമുക്ക് ഗുണം ചെയ്യില്ല. പിന്നെ വേറൊന്ന്, 50% തീരുവ ഏർപ്പെടുത്തിയത് വഴി നമ്മളും അമേരിക്കയും തമ്മിൽ ഒരു അകലം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാലം നല്ല അടുപ്പമായിരുന്നു. ആ അകലം പരിഹരിക്കുന്ന ഒരു ശാക്തിക രാഷ്ട്രവുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുക എന്ന് പറയുന്ന നയതന്ത്രപരമായിട്ടുള്ള സവിശേഷത അതിനുണ്ട്. അതിൽ തന്നെ ചൈന അതിനകത്ത് എന്തുമാത്രം ഊന്നൽ കൊടുക്കും, നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. ചൈന അതിനെന്തുമാത്രം ഊന്നൽ കൊടുക്കും. ചൈനയെ സംബന്ധിച്ച് ഒരു ലക്ഷ്യമുണ്ട് അതിനകത്ത്. കാരണം അമേരിക്ക ഇന്ത്യയെ മുൻനിർത്തിക്കൊണ്ട് ചൈനയുടെ ശാക്തീകരണത്തെ തടയാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു പ്രോജക്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വേർപെടുത്തുക എന്ന് പറയുന്ന പ്ലാനിലാണ് ചൈന വർക്ക് ചെയ്യും. കാരണം നരേന്ദ്രമോദി ഇരിക്കും, നമുക്ക് സംസാരിക്കാം, നമുക്ക് നല്ല ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അതിനെ പരമാവധി എൻകറേജ് ചെയ്യുകയും അമേരിക്ക ആയിട്ടുള്ള ബാന്ധവത്തിൽ അകലമുണ്ടാക്കാൻ ഒരു പക്ഷേ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ അത് ആഗ്രഹിക്കുമ്പോഴേ അവർ പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള ബന്ധം എപ്പോഴും ഒരു കാര്യം ഓർമ്മ വേണം, അതിർത്തിയെ മുൻനിർത്തിക്കൊണ്ടായിരിക്കരുത് നമ്മുടെ ബന്ധത്തിൻ്റെ ചർച്ച കേട്ടോ എന്ന് വെച്ചാൽ അതിർത്തിയുടെ കാര്യത്തിൽ അവർ വിട്ടുവീഴ്ചയ്ക്കില്ല. നമ്മുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഗാന്ധിയൊക്കെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ അരുണാചൽ പ്രദേശിനോട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഗാൽവാനിൽ അവർ ചെയ്തത് എന്താണ് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് ഒരു കോംപ്രമൈസിനും അവരില്ല. അരുണാചൽ പ്രദേശുമായി ചൈനയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ChatGPT മോഡൽ ഡീപ് സീക്കിനോടൊക്കെ അരുണാചൽ പ്രദേശിനെ കുറിച്ച് ചോദിച്ചാൽ ഉത്തരം പറയത്തില്ല. കാരണം ചൈനയുടെ താല്പര്യം അരുണാചൽ പ്രദേശ് അവരുടെയാണ് എന്നുള്ളതാണ്. അത്രയുമുണ്ട് അവരുടെ ഇന്ത്യയുമായിട്ടുള്ള താല്പര്യങ്ങളിലെ വൈരുദ്ധ്യം.
അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് നിങ്ങൾ ഒരിക്കലും അതിർത്തിയെക്കുറിച്ച് സംസാരിക്കരുത്, മറ്റ് നമുക്ക് കച്ചവടം സംസാരിക്കാം, മറ്റ് നയതന്ത്രം സംസാരിക്കാം എന്നതാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ആ താല്പര്യം എന്തായിരിക്കും? പിന്നെ ചൈനയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ബന്ധു റഷ്യ എന്ന് പറഞ്ഞ വലിയ രാജ്യമാണ്. ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരു ഭയങ്കരമായ ബന്ധം ഉണ്ടാക്കുന്ന കാര്യം അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും നമ്മുടെ ഒരു സെക്കൻഡറി, ഒരു പങ്കാളി എന്നൊക്കെ അവർ വിളിക്കുന്നില്ല, ഒരു സഹകാരി എന്ന് വേണമെങ്കിൽ വിളിക്കാനേ സത്യത്തിൽ ചൈന ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് വ്യാപാരത്തിൻ്റെ കാര്യത്തിലായാലും ചൈനയ്ക്ക് ഇന്ത്യയെ അത്ര വലിയ ആവശ്യമില്ല, അവർക്ക് നമ്മളെ ആവശ്യമുണ്ട്. രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് അമേരിക്കയും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ അകലം നിലനിർത്തുക എന്നുള്ള അവരുടെ ആവശ്യമാണ്. രണ്ടാമത്തേത് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ വിപണികളിലൊന്നാണ്. 1.2 ബില്യൺ ആൾക്കാർ ഇവിടുത്തെ വിപണിയിലുണ്ട്. ആ വിപണിയിലേക്ക് ഇവിടുത്തെ മധ്യവർഗം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കളുമാണ്. പരമാവധി ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് പമ്പ് ചെയ്യാൻ കഴിയുക, വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുക വഴി കൂടുതൽ സാധനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരിക എന്നത് അവർക്ക് ഗുണമുള്ള കാര്യമായിരിക്കാം. പക്ഷേ ആത്യന്തികമായി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ അകലം, അതുണ്ടാക്കുന്ന ആഘാതം, അത് പരിഹരിക്കാൻ കഴിയില്ല. അവിടെയാണ് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് ഞാൻ പറയാനുള്ള കാര്യം. അമേരിക്കയിൽ മോദി 7 വർഷത്തിന് ശേഷം ബീജിങ്ങിലേക്ക് പോകുന്നു, ഷീ ജിൻപിങ്ങിനെ കാണുന്നു. പണ്ട് ഷീ ജിൻപിങ് ഇവിടെ വന്നതാണല്ലോ, വന്ന് സബർമതി ആശ്രമത്തിൽ വരുന്നു, മോദി ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, കുടിക്കുന്നു, ഭയങ്കരമായ ദൃശ്യമായിരുന്നു. ഇതിന് മുമ്പ് ചൗവൻലായുടെ കാലത്താണ് നെഹ്റു ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ചൈന അവിടെ നിന്ന് യുദ്ധം തുടങ്ങുകയും നമ്മളതിൽ തോറ്റു പോവുകയും ചെയ്തത്. നമ്മൾ സബർമതി വന്ന് ചായ കുടിച്ചതിന് ശേഷവും പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി കോൺഫ്ലിക്റ്റുകൾ, വ്യാപാര യുദ്ധങ്ങൾ, ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തുന്ന സാഹചര്യം, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചൈനയും ഇന്ത്യയും തമ്മിൽ ഇങ്ങനെ ഒരു വലിയ അടുപ്പം, ജൈവികമായ ബന്ധം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച തെറ്റിദ്ധാരണയാണ്. ചൈനയ്ക്ക് നിക്ഷിപ്തമായ താല്പര്യങ്ങളും സ്ഥിരമായ താല്പര്യങ്ങളും ഉണ്ട്. അതിനപ്പുറത്തേക്കൊന്നും അവർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് പലതരത്തിലുള്ള ഈ പറയുന്ന ദക്ഷിണ ചൈന കടൽ താല്പര്യം, റഷ്യൻ താല്പര്യം, അമേരിക്കൻ താല്പര്യം, ആ താല്പര്യത്തിന് അപ്പുറത്ത് പോയിട്ട് ഇന്ത്യയുമായി ഒരു പ്രത്യേകമായ ബന്ധം ഉണ്ടാക്കി നേട്ടം ഉണ്ടാക്കാം നയതന്ത്രപരമായി എന്ന് വിചാരിക്കില്ല. പക്ഷേ ചൈനയ്ക്ക് ഗുണമുണ്ടാകും ഇന്ത്യയുമായിട്ട്. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളൊന്നാണ്, വലിയ സൈനിക ശക്തിയാണ്, വലിയ നയതന്ത്ര ശക്തിയാണ്, വിപണിയാണ്. ഇന്ത്യയുമായിട്ട് ചേർന്നാൽ ഇപ്പോൾ ഈ പറയുന്ന ഗ്ലോബൽ സൗത്തിൽ അവർക്കൊരു വലിയ പൊസിഷൻ ഉണ്ടാക്കാൻ പറ്റും. ആഗോള വേദികൾ ഇന്ത്യയുടെ കൂടെയുള്ള രാജ്യം, ഇന്ത്യയും റഷ്യയും ചേർന്ന് നിൽക്കുന്ന രാജ്യം എന്നൊക്കെ പറഞ്ഞ് ചൈനയ്ക്ക് കൂടുതൽ എഡ്ജെടുക്കാൻ കഴിയും. അതിൻ്റെ നയതന്ത്ര സാധ്യതകളെക്കുറിച്ച് അവർ ആലോചിക്കുമായിരിക്കും. അല്ലാതെ ഇന്ത്യയിലെ രൂപയും ഡോളറും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇന്ത്യ രൂപ ഇടിഞ്ഞു വീഴുന്നത് ചൈനീസ് കറൻസി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല. ചൈനയിലേക്ക് നമുക്ക് കൊടുക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഇപ്പോഴവർ തുറന്ന വിപണിയല്ല അവരുടെ. ഞാൻ പറഞ്ഞല്ലോ, ഡ്യുവൽ സർക്കുലേഷൻ നയമുള്ള രാജ്യമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളതെല്ലാം അങ്ങോട്ടേക്ക് കയറ്റി വെച്ച് പരിഹരിക്കാൻ കഴിയുന്നതല്ല പ്രശ്നം. അതിർത്തി പ്രശ്നത്തിൽ ഒരു കാലത്തും അവർ കോംപ്രമൈസ് എടുക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഇന്ത്യക്ക് അതിൻ്റെ ആ അകലത്തിൽ മാത്രമേ എപ്പോഴും അവിടെ നിൽക്കാൻ പറ്റൂ. അപ്പോൾ ഇതിങ്ങനെ ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അമേരിക്കയെ ഡിസ്റ്റേബ് ചെയ്യാൻ പറ്റിയ ഒരു സമ്മർദ്ദമാണിത്. കാരണം ചൈനയുടെ വളർച്ചയെ തടയാൻ ഞങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ നമുക്ക് തീരുവ വെച്ച് തന്നിരിക്കുകയാണ്. ശരി, ഞങ്ങൾ ചൈനയുടെ കൂടെ കൂടിക്കൊള്ളാം. ചൈന ലോകത്തെ ഒരു ശക്തിയായിട്ട് വ്യാപാര ശക്തി എന്ന് പറയുമ്പോൾ ഭയങ്കര വളരെയാണ്. അവരുടെ സാമ്പത്തിക വളർച്ച ഇന്ത്യയുടെ GDP എത്രമാത്രം കുതിക്കുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ചൈനയുടെ ഡീപ് സീക്കുമായി ബന്ധപ്പെട്ടൊക്കെ ട്രംപ് സിലിക്കൺ വാലിയിൽ നടത്തിയ പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ട്, പേടിക്കണം എന്നൊക്കെ പറഞ്ഞു. സോ അതുകൊണ്ട് ചൈനയും ഇന്ത്യയും തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യം ട്രംപിനെ, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തേക്കാം. ആ ഒരു പ്രഷർ കൊടുക്കാൻ ഇന്ത്യക്ക് ഇതുകൊണ്ട് പറ്റുന്നുള്ളതല്ലാതെ ഇന്ത്യ മൗലികമായി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ആകമാനം പരിഹാരം ഉണ്ടാക്കാൻ ഈ ബന്ധം കൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിൽ ഉറപ്പൊന്നുമില്ല. ചൈനയ്ക്ക് ചൈനയുടേതായ താല്പര്യങ്ങളുണ്ട്, ലോകത്ത് മറ്റൊന്നിനെയും വകവയ്ക്കാത്ത അവരുടെ താല്പര്യങ്ങൾ. ആ താല്പര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോവുകയുള്ളൂ. പിന്നെ ആലോചിക്കേണ്ട കാര്യമുണ്ട്, ചൈനയ്ക്കെതിരെ ഇത്രയും കാലം പറഞ്ഞു നടന്ന ആളുകൾ അന്ന് എന്താ ഇന്ത്യ ചൈന യുദ്ധം മുതലുള്ള കാലം മുതൽ ഇതുവരെ ചൈനയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരുന്ന ആളുകൾ, ചൈനീസ് ചാരന്മാരെ എന്ന് കമ്മ്യൂണിസ്റ്റുകാരെ വിളിച്ചവർ, ചൈന ഇന്ത്യയുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് നടന്ന റൈറ്റ് വിങ്ങിങ് ടീമുകളാണ്. ഇപ്പോൾ നോക്കൂ, ചൈനയും ഷീ ജിൻപിങ്ങും മോദിയും കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ കാണൂ, അല്ലെങ്കിൽ കാണാൻ വരൂ എന്ന് വിളിക്കുന്നത് എന്ന കൗതുകം, ചരിത്രപരമായ കൗതുകം കൂടി അതിലുണ്ടെന്നാണ് ഞാൻ പറയാം. നൗഫലെ, ഇന്ത്യ ചൈനയോട് അടുക്കുന്നത് അമേരിക്കയിൽ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിലിപ്പം ഈ ചൈനയും അമേരിക്കയും നമ്മൾ എങ്ങനെയാണെന്ന് കൃത്യമായി നമ്മളതിനെ വരച്ച് തന്നെ നോക്കണം. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പുറം ചൊറിയുന്നൊരു കോല് വാങ്ങാൻ കിട്ടും, അത് നോക്കിയാൽ കാണാം മെയ്ഡ് ഇൻ ചൈന എന്നാണ്. അതായത് ലോകത്തിന് ഏതൊക്കെ രാജ്യങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് കൃത്യമായി അറിയുന്ന ഒരു രാജ്യമാണ് ചൈന. സീലിംഗ് ഫാനിൻ്റെ ലീഫ് വൃത്തിയാക്കുന്ന ഒരു സാധനം. അതെ, ഇതുപോലുള്ള സാധനങ്ങൾ നമ്മളൊന്നും ആലോചിച്ചിട്ട് പോലില്ല, നമ്മൾ ചൂലെടുക്കുക അടിച്ച് വരാൻ നടക്കും. അപ്പോൾ ഇത്തരം സാധനങ്ങൾ വളരെ കണ്ണിങ്ങായി ആലോചിച്ച് കണ്ടുപിടിച്ച് ഇറക്കുമതി ചെയ്യുന്ന, അവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന, ഇത്തരം നാടുകളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. നമ്മുടെ പ്രശ്നം എന്താ? തീരുവയാണല്ലോ പ്രശ്നം. നമ്മുടെ കശുവണ്ടി, നമ്മുടെ ചെമ്മീൻ, ഇതുപോലുള്ള വസ്തുക്കൾ, തുണിത്തരങ്ങൾ, ഇതെല്ലാം അമേരിക്കയിലേക്ക് കയറ്റി അയക്കുമ്പോൾ ഇത്രത്തോളം തീരുവ നമ്മൾ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രശ്നം. നമ്മൾ അമേരിക്കയെ വിട്ടു, ചൈനയുമായി ചങ്ങാത്തം കൂടി. നമ്മുടെ ഈ ചെമ്മീനും നമ്മുടെ തുണിത്തരങ്ങളും ഈ നമ്മുടെ അണ്ടിപ്പരിപ്പും വാങ്ങാൻ ചൈന തയ്യാറാവുമോ?
അവർക്കതിന് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും? നേരെ മറിച്ച് ഇതൊരു കാട്ടിക്കൂട്ടലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കയും ചൈനയും ശത്രുതയിലാണ്. അപ്പോൾ അമേരിക്ക ഈ തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ചൈനയുമായി ചങ്ങാത്തം കൂടുകയാണെന്ന് അമേരിക്കയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറയുന്ന ഒരു സാധാരണ ചെറിയ പിള്ളേരുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പിണക്കമുണ്ടല്ലോ, അതുപോലെ എനിക്കിതിനെ തോന്നിയത്. അതല്ലാതെ നമ്മുടെ ചൈനയുമായി ചങ്ങാത്തം കൂടാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഒരു രാജ്യം സന്ദർശിക്കുന്നത് കൊണ്ട് രാജ്യവുമായി നമ്മൾ ചങ്ങാത്തത്തിലായി എന്ന് പറയാനാവില്ല. നേരത്തെ ചൈനീസ് പ്രസിഡന്റ് ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ചൈനയുമായി പലപ്പോഴായി. പാകിസ്ഥാൻ പക്ഷത്തിൽ അവരുടെ പൊസിഷൻ പെഹൽഗാമിലടക്കം എന്തായിരുന്നു? അങ്ങനെയാണ്, പാകിസ്ഥാൻ്റെ കൂടെയാണ് ചൈന എന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു രാജ്യമല്ല ചൈന. നമുക്ക് ഒരു തരത്തിലും നമുക്ക് ടിക്ടോക്ക് വരെ നമുക്ക് നിരോധിക്കേണ്ടി വന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ അത്തരത്തിൽ ശത്രുത ചൈനയ്ക്ക് ഇങ്ങോട്ടുണ്ട്, ഇന്ത്യക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചൈനയുമായി ചങ്ങാത്തത്തിലാണ് എന്ന് മോദിയെ പ്രകീർത്തിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏറ്റവും ഒടുവിലായി വരുന്ന കൗതുകമുള്ളൊരു വാർത്ത, ട്രംപ് എന്ന് പറഞ്ഞാൽ വളരെ പിണക്കക്കാരും ശാഠ്യക്കാരും ഒക്കെയാണല്ലോ. സ്വന്തം തീരുമാനങ്ങളാണ്, രാജ്യത്തിൻ്റെ തീരുമാനം അദ്ദേഹം സ്വയം തീരുമാനമെടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് എല്ലാ കാര്യത്തിലും. അപ്പം നോബൽ പ്രൈസിന് തന്നെ റെക്കമെൻഡ് ചെയ്യണമെന്ന് മോദിയോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത. അതായത് ലോകസമാധാനത്തിനുള്ള നോബൽ പ്രൈസ്. അത് നമ്മൾ ഒരുപാട് തവണ ഇവിടെ ചർച്ച ചെയ്തതാണ്. ഒരുപക്ഷെ ട്രംപിന് ആ പ്രൈസ് ലഭിച്ചേക്കാം. കാരണം ട്രംപ് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുന്ന സമാധാനപ്രിയനായ രാഷ്ട്ര നേതാവായിട്ട് അറിയപ്പെടാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കാരണം യുക്രൈൻ യുദ്ധം അയാൾ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നേരത്തെ വേറെ ഏതൊരു രാജ്യം നമ്മളിവിടെ സംസാരിച്ചിരുന്നു, ഒരു ആഫ്രിക്കൻ കൺട്രി. പിന്നെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് അദ്ദേഹമാണ് എന്ന് അദ്ദേഹം നിരന്തരം കംബോഡിയ തായ്ലൻഡ് നിരന്തരം അദ്ദേഹം എന്ത് പറയുന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. മോദിയും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ മോദി അംഗീകരിക്കുന്നതിന് കാരണം ഉണ്ടെന്ന് അറിയാമോ? ഇന്ത്യ പാകിസ്ഥാൻ പഹൽഗാമിനെ തുടർന്നുണ്ടായ സംഘർഷം അവസാനിപ്പിച്ചത് ഞാനാണ്, അതുകൊണ്ട് തന്നെ സമാധാനത്തിന് ശുപാർശ ചെയ്യണമെന്നാണ് മോദിയോട് ആവശ്യപ്പെട്ടത്. അത് മോദിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാകും. അല്ലെ അംഗീകരിച്ചേനെ, അത് അംഗീകരിച്ചേനെ. അല്ലെങ്കിൽ മോദി ആഗ്രഹിക്കുന്നുണ്ടോ ആ സമാധാന നോബൽ പ്രൈസ് തനിക്കാണ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അതുമാത്രമല്ല, മറ്റൊരു കാര്യം, ഇതേ ട്രംപിൻ്റെ അതേ സ്വഭാവമുള്ള ഇദ്ദേഹം എടുക്കുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇടപെട്ടത് താനാണെന്ന് മോദിയോട് അവകാശപ്പെടുന്നുണ്ടല്ലോ. അത്ര വലിയ നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൂ. പക്ഷേ യുദ്ധം നിർത്തിയോണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയ അമ്മയെന്ന് പറഞ്ഞ് കരയുന്ന പരസ്യം, അതെ, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും കണക്കാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇത്തരം കേസ് ഈ നോബൽ പ്രൈസിന് എന്നെ ശുപാർശ ചെയ്തില്ല എന്നുള്ള കാര്യം കൊണ്ട് ഒരു രാജ്യത്തിന് 50% തീരുവ പ്രഖ്യാപിക്കുമെന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷേ ട്രംപ് ആയതുകൊണ്ട് പറയാനും പറ്റില്ല. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ അമേരിക്കയുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. ചൈനയുമായി പൂർണ്ണമായി ചങ്ങാത്തത്തിലാവാനും ഇന്ത്യക്ക് കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കാര്യം. കാരണം രണ്ടും രണ്ട് എക്സ്ട്രീം രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ ആവശ്യങ്ങൾ ഈ തീരുവ പ്രശ്നം പരിഹരിക്കാൻ ചൈനയുമായുള്ള ചങ്ങാത്തം ഒരിക്കലും സാധ്യമാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തെ ഇത്തരത്തിൽ അമേരിക്കയ്ക്കൊരു മുന്നറിയിപ്പ് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടുകൊള്ളട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കാം ഇന്ത്യ കൂടുതലായി ഇത്തരം സന്ദർശനങ്ങളിലേക്കും ചർച്ചകളിലേക്കൊക്കെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ സംഘപരിവാർ ഹാൻഡിലുകളൊക്കെ ഇപ്പോൾ വരുന്ന കാർഡൊക്കെ ഭയങ്കര രസമാണ്. അമേരിക്കയെ ഭയന്നിട്ട് ചൈന ഭാരതവുമായി ചങ്ങാത്തം കൂടുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതാണ് സത്യം. എന്തായാലും ഇന്ത്യ ചൈന സൗഹൃദം ഊഷ്മളമാകുമോ, അങ്ങനെ ഒരു കാലം ഉണ്ടാകുമോ നമുക്കും അറിയില്ല. കാത്തിരുന്ന് കാണാം.